ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഔട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കോഴിക്കോടുള്ള നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കാപ്പാട് ബീച്ചിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാപ്പാട് ബീച്ച് അറിയാലോ, വാസ്കോഡഗാമ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് നമ്മുടെ കാപ്പാട് ബീച്ചിലാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ എപ്പോഴും പോകാറുണ്ട് കേട്ടോ. കാരണം അത്രയും ക്ലീനായിട്ടുള്ള നല്ലൊരു അടിപൊളി ബീച്ചാണ് കാപ്പാട് ബീച്ച്. അപ്പം നമുക്ക് കാപ്പാട് ബീച്ചിലെ വിശേഷങ്ങളെല്ലാം കാണാം. ഈ കോഴിക്കോടുള്ള മറ്റുള്ള ബീച്ചുകളൊക്കെ ഉണ്ടല്ലോ, അതായത് കാലിക്കറ്റ് മെയിനായിട്ടുള്ള ബീച്ച്, അതെല്ലാം ഭയങ്കര ഡേർട്ടി ആയിട്ടാണ് കേട്ടോ കാണാറുള്ളത്. പക്ഷേ കാപ്പാട് ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കൂ, ഇതെല്ലാം കടൽ തീരത്തുള്ള മനോഹരമായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിയുമ്പോൾ എന്താ കാണാം, നമ്മുടെ ബീച്ച്. അപ്പോൾ നോക്കൂ, എത്ര മനോഹരമായിട്ടല്ലേ. ഞാൻ ഇവിടെ മാത്രമേ ഇങ്ങനെ പൂക്കളെല്ലാം കണ്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. ആ ക്ലീനിങ് സ്റ്റാഫിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു അപ്രീഷിയേഷൻ തന്നെ കൊടുക്കണം. കാരണം ഞാൻ എപ്പം പോകുമ്പോഴും കാണാറുണ്ട്, അതായത് പകൽ സമയത്തൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നത് അത്ര സിൻസിയറായിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണല്ലോ അല്ലേ, അതായത് അത് ലിറ്റർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. പക്ഷേ കാലിക്കറ്റ് ബീച്ച് പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ഡേർട്ടിയാക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ വെറുപ്പ് തോന്നും. ഞാൻ മനസ്സിൽ വിചാരിക്കും, അങ്ങനെ പൊല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഫൈൻ ഗവൺമെൻറ് ഈടാക്കണം. കാരണം ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ നമ്മുടെ എല്ലാവരുടെയും അവകാശമാണ്. നമുക്ക് പോവാം, നല്ല ടൈം സ്പെൻഡ് ചെയ്യാം എല്ലാം. പക്ഷേ അത്രയും ഡേർട്ടിയായി വെക്കുന്ന ഇത്രയും അലവലാദികളായിട്ടുള്ള ആൾക്കാർക്ക് ഫൈൻ കൊടുക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ക്ലീനിങ് സ്റ്റാഫ് ഉള്ളതിനെ കൊണ്ടായിരിക്കും തോന്നുന്നു ഇത്ര ക്ലീനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പരിസരവും നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീനായി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ, നമ്മളിങ്ങനെ കടലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തിരകളൊക്കെ വന്ന് നമ്മളിങ്ങനെ ബാക്കിലേക്ക് വലിയില്ലേ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇതാട്ടോ ബീച്ചിൽ. അപ്പോൾ ബീച്ചെന്ന് പറയുന്ന ആർക്കല്ലേ ഇഷ്ടമില്ലാത്ത. ദൂരെ കണ്ടോ, ഫിഷർമാൻ ആണെന്ന് തോന്നുന്നു, ഇതാ ബോട്ടിൽ പോയിട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ലൈഫല്ലേ, എത്ര അഡ്വെഞ്ചറസ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അതാ ആലോചിക്കുന്നത്, എത്ര അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ലൈഫാണ്. എന്തൊക്കെ ഇത് തരണം ചെയ്തിട്ടായിരിക്കും അവർ പോകുന്നത്. നമുക്ക് പുറത്തിറങ്ങി മഴ പെയ്യുമ്പോൾ തന്നെ അയ്യോ എന്തൊരു അസ്വസ്ഥത, പാവം അവരൊക്കെ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് ഒന്നും അറിയില്ല. കാറ്റ് കോള് എല്ലാത്തിനും ദൈവം രക്ഷിക്കട്ടെ അല്ലേ. അപ്പോൾ അതാ നമ്മുടെ ബ്യൂട്ടിഫുൾ ബീച്ച്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നല്ല അടിപൊളി ഡ്രസ്സാണ്, നല്ല കംഫർട്ടബിളാണ്, അങ്ങനെ ചൂടെടുക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. പിന്നെ ഇതിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. പ്രത്യേകിച്ച് എനിക്കിഷ്ടം ബീച്ചെല്ലാം വിസിറ്റ് ചെയ്യാൻ രാവിലെയാണ്, കാരണം അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ടൈം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരെല്ലാം വരും, പിന്നെ തിരക്കായി. പക്ഷേ രാവിലെ നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് സൺറൈസ് എല്ലാം കാണാം. പിന്നെ ഇങ്ങനെ മനോഹര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഒരു കിളി സീഗളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ടൈമേ കാണാൻ പറ്റൂ. അത് കണ്ടോ, തിര വരുന്നതിനനുസരിച്ച് ഓടുന്നത്. അങ്ങനെ ഒരുപാട് മനോഹരമായ കാഴ്ചകളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ ടൈം വരുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ, ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ ഒരു ചെറിയ ഞണ്ട്, അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനൊക്കെ കാണാൻ പറ്റും. വളരെ മനോഹരമായ ബീച്ചാണ് കേട്ടോ. അതിന് അപ്രീഷിയേഷൻ കൊടുക്കാതെ വയ്യ, അത്രയും നന്നായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. പിന്നെ നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പോൾ പൂഴിക്കൂടെ നടക്കണ്ടെന്നുണ്ടെങ്കിൽ സിമൻറ്റൊക്കെ ഇട്ട് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പൂഴിമണലിൽ ഇങ്ങനെ കടലമ്മ കള്ളിയാണ് അങ്ങനെ എഴുതാനും പിന്നെ സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കാനും ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഇപ്പോഴും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതോ എന്നെപ്പോലെ വെറുതെ ഇങ്ങനെ നടക്കാനാണോ ഇഷ്ടം? എനിക്കും ഇഷ്ടമാണ് കേട്ടോ സാൻഡ് കാസിലൊക്കെ ഉണ്ടാക്കാനും പിന്നെ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ തിരകൾ വന്ന് മായ്ക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ബീച്ചിലെത്തി കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയാവും അല്ലേ നമ്മളെല്ലാവരും.
അപ്പോൾ ഈ കാപ്പാട് ബീച്ച് കൊയിലാണ്ടിക്കടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ മാപ്പിലിടാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, എല്ലാവരും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത് ഈ സ്ഥലം കേരളത്തിൻ്റെ ചരിത്രത്തെയും വിദേശ വ്യാപാരത്തെയും മാറ്റിമറിച്ച് സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ്. പിന്നെ ലോകപ്രശസ്തമായ ബ്ലൂ ഫ്ലാഗ് ബീച്ചും കൂടെയാണ്. അത് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്ര നന്നായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ നമ്മുടെ വാസ്കോഡഗാമയുടെ വരവ് അതറിയാലോ അല്ലേ? പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമയും സംഘവും ആദ്യമായിട്ട് വന്നത് ഈ കാപ്പാട് തീരത്താണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ശില ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും വൃത്തിയുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായിട്ടുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്നതാണ് ബ്ലൂ ഫ്ലാഗ്. അത് നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ കാപ്പാട് ബീച്ചിന് കിട്ടി എന്നുള്ളത്. പിന്നെ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞ മനോഹരമായ കടൽ തീരമാണ് കേട്ടോ. പിന്നെ തെങ്ങിൻ തോപ്പ് അതെല്ലാം ഉണ്ട്. പിന്നെ നല്ല സമാധാനമായിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഇടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ സീ കാസിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.